എനിക്ക് തണുക്കുന്നുണ്ട്. ആ തണുക്കുന്നു വാ തണുക്കുന്നേ. അയ്യോ തണുത്തിട്ട് എന്റെ കോൺസെൻട്രേഷൻ പോയി. ഒന്നും കൂടെ നീ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യല്ലേ. അമ്മേ നായി വരുന്നു. മറിക്ക പക്ഷെ എന്റെ നാക്കെന്താ വിളിക്കുന്നേ. ഇവിടെ ഇത്രയും കൊതുണ്ടായിരുന്നു ഈശ്വരാ. എടാ എന്തോരം കൊതുവാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു Q&A വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞാൻ ആകെ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, അതൊരു 2 വർഷം മുമ്പായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന്. സോ ഞാൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും അതുപോലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് യൂട്യൂബിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സുനിത മനോജ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. ആൾ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുന്നില്ല, ഞാൻ താഴെ കൊടുക്കാം ആര് ചോദിച്ച ക്വസ്റ്റ്യനാണെന്ന്. അവരുടെ ID ഞാൻ താഴെ കൊടുക്കാം. ബിക്കോസ് ചിലരുടെ പേര് ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത പോലത്തെ പേരായിരിക്കും. സോ അതിൽ നല്ലത് ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വിൽ യു ഗോ ടു കേരള. ഞാൻ എപ്പോൾ നാട്ടിൽ വരും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്കറിയില്ല, തീരുമാനിച്ചിട്ടില്ല നാട്ടിൽ വരുന്ന കാര്യം. എന്തായാലും ഈ വർഷം ഞാൻ വരുന്നുണ്ടാവും. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. പക്ഷേ ഉറപ്പില്ല, തീരുമാനിച്ചിട്ടില്ല അത്. ടോട്ടൽ എക്സ്പെൻസസ് ഫോർ യുവർ സ്റ്റഡീസിന് അതിപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സും നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ ഇരിക്കും. ഞാൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ എക്സ്പെൻസീവ് നോക്കി ചൂസ് ചെയ്തതല്ല. എനിക്ക് വേണ്ടുന്ന കോഴ്സ് എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാനിത് ചൂസ് ചെയ്തു. സോ എനിക്ക് എൻ്റെ സ്റ്റഡീസിന് വരുന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എൻ്റെ അക്കാഡമിക്സ് മാത്രം, ട്യൂഷൻ ഫീ മാത്രം വരുന്നത് 20 lakhs ആണ്. ബാക്കി അതല്ലാണ്ട് നമുക്ക് അക്കോമഡേഷൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുന്നത് വിത്ത് ലിവിങ് എക്സ്പെൻസ് ഒക്കെ കാണിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടും. പക്ഷേ എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഫോർ മൈ സ്റ്റഡീസ് ഓൺലി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 20 lakhs. പിന്നെ ഇറ്റ് ഡിപ്പെൻസ്, ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സിറ്റി മാറുന്നതിനനുസരിച്ച് അത് മാറും, നമ്മുടെ കോഴ്സ് മാറുന്നതിനനുസരിച്ച് മാറും, അങ്ങനെയൊക്കെ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് യു സീക്ക് ഹെൽപ്പ് ഫ്രം എനി ഏജൻസി ടു റീച്ച് എഡിൻബ്ര? യെസ്, ഐ ഡു. ഞാൻ സാന്റാ മോണിക്ക കൊച്ചിയിലുള്ള ബ്രാഞ്ചിൽ നിന്നാണ് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ എഡിൻബ്രയിലെത്തിയത്. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അവർ. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇവരുടെ ത്രൂ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ നമുക്ക് വലിയ ടെൻഷൻസ് ഇല്ല. ഇവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സും അതൊക്കെ കറക്റ്റ് സമയത്ത് അങ്ങ് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ പണികൾ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. പിന്നെ എൻ്റെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യവും എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ അബ്രോഡ് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് DM ഒക്കെ വന്നിട്ടുണ്ട് കുറേ. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റഡീസിനെ പറ്റിയും യൂണിവേഴ്സിറ്റീനെ പറ്റിയും ഒന്നുള്ള ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ. എൻ്റെ ഡെയിലി റുട്ടീൻ അത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കാം. പിന്നെ ഡെയിലി റുട്ടീൻ എല്ലാ ദിവസവും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും സെയിം ടൈമിങ്ങിനല്ല ക്ലാസ്. ഓരോ ദിവസം ഓരോ ടൈമിങ്ങിലാണ്. പിന്നെ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പം എനിക്ക് പാർട്ട് ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ട് അത്യാവശ്യം സമയം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി പാർട്ട് ടൈം കിട്ടിയാൽ ചിലപ്പോൾ അതിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി റുട്ടീൻ മാറിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ള ദിവസം എങ്ങനെയാണെന്നും ഇല്ലാത്ത ദിവസം എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാം, ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഹാവ് യു ട്രൈഡ് എനി ലോക്കൽ ഫുഡ്? ഇഫ് യെസ്, ഡിഡ് യു ലൈക്ക് ഇറ്റ് ആൻഡ് വാട്ട് വാസ് ദ ഫുഡ്? ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ലോക്കൽ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല.
ഞാൻ ആകെ നമ്മൾ പുറത്ത് പോയാൽ ആകെ കഴിക്കുന്നത് മാക്ഡൊണാൾഡ്സ് മാത്രമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ കഴിക്കുന്ന ഫുഡ്. നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ വിചാരിക്കും, ഓ മാക്ഡൊണാൾഡ്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഫുഡാണെന്ന്. പക്ഷെ അല്ല, ഇവിടെ ഉള്ളവരുടെ ഏറ്റവും പാവപ്പെട്ടവർ കഴിക്കുന്ന ഫുഡാണ് മാക്ഡൊണാൾഡ്സ് എന്നാണ് ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി എപ്പോഴും പുറത്ത് പോകുമ്പോൾ അതൊക്കെ തന്നെ കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മൾ എക്സ്പെൻസ് കൂട്ടാൻ നോക്കലില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പാർട്ട് ടൈം ഒന്നും ആയിട്ടില്ലല്ലോ. പാർട്ട് ടൈം ഒക്കെ ആയി കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്നാൽ നമ്മൾ ചിലപ്പോൾ എല്ലാം എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചേച്ചി ചോദിച്ചത്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിട്ട് ലവ് യുവർ കോണ്ടൻറ്റ്സ്, പോസ്റ്റ് മോർ സോങ്സ് ടു. ഷുവർ, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ കൂടുതലും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറേ കൂടെ പാട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. നാട്ടിൽ ഉള്ളപ്പോൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, നാട്ടിലുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പം ഇനിയും ഞാൻ കുറേ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആളും കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, പുണ്യ, ശ്രേയ എക്സെട്ര. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പല ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം. പുണ്യനെ ഞാൻ പരിചയപ്പെടുന്നത് സരിഗമപ്പ ഓഡീഷൻസ് ത്രൂ ആണ്. ഞാനും സരിഗമപ്പയുടെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആ സീസണിൽ കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവളെ പരിചയപ്പെടുന്നത്. അപ്പോൾ തൊട്ട് നമ്മളൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് ഇപ്പം എൻ്റെ എന്താ പറയുക, പുണ്യ വേണം എനിക്ക്. അവളില്ലാണ്ട് പറ്റില്ല. അവളെനിക്ക് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. പിന്നെ ശ്രേയനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ദുബായിലുള്ളപ്പോഴാണ്. ശ്രേയനെ എനിക്കൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അറിയാം. ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒരേ മ്യൂസിക് സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വിദ്യാരംഭത്തിൽ വെച്ചിട്ടാണ് ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അവളൊരു പച്ച പട്ടുപാവാട ഇട്ടിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ പുണ്യയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ കോണ്ടാക്റ്റ് കൂടി വന്ന് നല്ല ഫ്രണ്ട്സായി, ഞങ്ങളുടെ പേരൻസ് ഫ്രണ്ട്സായി. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഞാൻ പുണ്യയുടെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ശ്രേയ. പിന്നെ ഇവരെ രണ്ടുപേരെടുത്തുമാണ് എനിക്ക് എന്ത് സങ്കടമോ വിഷമോ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പോയി പറയണത് ഇവരുടെ രണ്ടുപേരെടുത്താണ്. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ. അപ്പോൾ എൻ്റെ A to Z കാര്യങ്ങൾ അറിയാവുന്ന എൻ്റെ 2 ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ അവർ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തതും മ്യൂസിക്കാണ്. പുണ്യനെ ഞാൻ പരിചയപ്പെടുന്നതും ഒരു മ്യൂസിക് റിയാലിറ്റി ഷോൻ്റെ ഓഡീഷൻസ് വഴിയാണ്. ശ്രേയനെ ഞാൻ പരിചയപ്പെടുന്നതും മ്യൂസിക് ത്രൂ ആണ്. ഞങ്ങളുടെ സെയിം ഗുരു, ഞങ്ങൾ ഒരു വിദ്യാരംഭത്തിൽ പരിചയപ്പെട്ടു. അങ്ങനെ സോ ഇതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി അല്ല, ഇൻ ദ സെൻസ് ഞാൻ അവരെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളൊരു കഥ. ഫ്രണ്ട്സ്, നിക് നെയിംസ് ആൻഡ് ഹൗ യു മെറ്റ് ദം. ഓക്കെ, ശ്രേയ, പുണ്യ, പത്മ എന്നൊക്കെയാണ് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. പത്മ എന്ന് ഉദ്ദേശിച്ച പവിത്രേനെ ഇരിക്കും. നിക് നെയിംസ്, പുണ്യനെ പൂപ്പി എന്നാണ് വിളിക്കാറ്, പവിത്രേനെ ഡുപ്പി എന്നാണ് വിളിക്കാറ്, ശ്രേയനെ ശ്രേയാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കാറ്. അങ്ങനെ വേറെ ഒന്നും വിളിക്കാറില്ല, ശ്രേയാന്ന് തന്നെയാണ് വിളിക്കാറ്. യുവർ എഡ്യൂക്കേഷണൽ ജേർണി ആൻഡ് അബൌട്ട് ഫ്രണ്ട്സ് ദെയർ. എഡ്യൂക്കേഷണൽ ജേർണി, ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞു, MSc സൈക്കോളജി കഴിഞ്ഞു. ഇപ്പം ഞാൻ MSc ബിസിനസ് സൈക്കോളജി വിത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറയാൻ, എൻ്റെ ക്ലാസ്സിൽ എനിക്ക് 2 നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, ആവ്ലിനും റിഫാനയും. ഞാൻ ഇന്നിപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ എന്നെയും കാവേരിനെയും നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വേണം അവിടേക്ക് പോകാൻ ഇനി. അപ്പോൾ അവരാണ് എൻ്റെ ക്ലാസ്സിലെ 2 ഫ്രണ്ട്സ്. നല്ല പിള്ളേരാട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് ഉള്ള ഫ്രണ്ട്സാണ് കാവേരിയും ജോയലും. അവരും നല്ല പിള്ളേരാണ്. ഞാനും കാവേരിയും ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. ജോയൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കോറിഡോറിലാണ്. പക്ഷെ അവൻ മിക്കപ്പോഴും നമ്മുടെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫുഡ് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവനെ വിളിക്കും, അവൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ കാവേരീൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ജോയലും. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ എനിക്ക് ഇവരുടെ 2-3 ഫ്രണ്ട്സ് കാവേരിയുടെ റൂമിൽ വരാറുണ്ട്. അപ്പോൾ അനഘ, രേഷ്മ, അതുല്യ. അപ്പോൾ ഇവരുമായിട്ടും എനിക്ക് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്, നല്ല
ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോവാറ്. അപ്പം ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരത്തേട്ടൻ പുണ്യ ചേച്ചിയുടെ ആരാ? ഭരത്തേട്ടൻ പുണ്യ ചേച്ചിൻ്റെ ഫ്രണ്ടാണ്. അവർ ബാൻഡ് മേറ്റ്സ് ആണ്. അവർ സരിഗമപ്പ തൊട്ടേ അറിയുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഭരത്തേട്ടൻ എൻ്റെയും നല്ല ഫ്രണ്ടാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു ബാൻഡ് കൊണ്ടുപോകുന്നുണ്ട്, ഭരത് പുണ്യ കളക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഓഫ് കോഴ്സ് അവർ ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ അങ്ങ് പോന്നു. അവർ നല്ല ഫ്രണ്ട്സാണ്. സൂപ്പർ 4-ലെ കണ്ടസ്റ്റൻസായി ഇപ്പോൾ കോണ്ടാക്റ്റ് ആരെല്ലാമായാണ് ഉള്ളത്? സൂപ്പർ 4-ലെ കണ്ടസ്റ്റൻസ് ആയിട്ട് കോണ്ടാക്റ്റ് എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ ആ കോണ്ടാക്റ്റ് വിട്ടു പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും പല പല കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. ഓരോരുത്തരും അവരവരുടെ ജോലിയിലും അതുപോലെ എന്താ പറയുക, കരിയർ ബിൽഡ് ചെയ്യാനുള്ള സ്ട്രഗിൾസിലാണ്. കുറേ പേര് ജോലിയാണ്, കുറേ പേര് പഠിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും തിരക്കുകളിലാണ്. അതുകൊണ്ട് പണ്ട് നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന സമയത്തുണ്ടായ അത്രയും കോണ്ടാക്ട് നമ്മളിപ്പോൾ ഇല്ലെങ്കിലും സ്റ്റിൽ നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലായ്മയൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി കോണ്ടാക്റ്റ് ഉള്ളത് വൈഷ്ണവേട്ടനും അമലേട്ടനുമായിട്ടാണ്. അവരുമായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവരുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റ് ഇല്ലായ്മയൊന്നും ഇല്ല കേട്ടോ. അത്രേ ഉള്ളൂ. സൂപ്പർ 4-ലെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ഏറ്റവും കമ്പനി. സൂപ്പർ 4-ലെ ബെസ്റ്റ് ഫ്രണ്ട് ആ സമയത്ത് ഞാനും ഗായത്രി ചേച്ചിയായിരുന്നു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്. സൂപ്പർ 4-ലെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എന്നല്ലേ, അപ്പോൾ ഗായത്രി ചേച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമലേട്ടൻ്റെയും ചേച്ചിയുടെയും ഫാനാണ്. അമലേട്ടനെ കുറിച്ച് 2 വാക്ക്. താങ്ക് യു, ഫാനാണെന്ന് പറഞ്ഞതിന്. അമലേട്ടനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ, ഹീസ് എ നല്ല മനുഷ്യൻ, നല്ലൊരു ഹ്യൂമൻ ബീനാണ്. പിന്നെ നല്ലൊരു മ്യൂസീഷ്യനാണ്. വേറെന്താ, നല്ലൊരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരിക്കും. സോ അത്രേ ഉള്ളൂ. ഇപ്പോൾ എവിടെയാണുള്ളത്? കറക്റ്റ് പ്ലേസ്. ഇപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിലാണുള്ളത്. കറക്റ്റ് പ്ലേസ് ചോദിച്ചാൽ എഡിൻബ്ര. അടുത്തത്, എബൌട്ട് പുണ്യ, ശ്രേയ, പത്മ, അമൃത, ഹന്ന. എൻ്റെ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ടാണ് വന്നേക്കുന്നത്. പുണ്യേനെയും ശ്രേയനെയും പറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി. പത്മ, പവിത്രേനെ പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഈ ചോദിച്ച എല്ലാവരും തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും കളയാൻ, എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ ഒരു ഭാഗമാണ് അവർ. അപ്പോൾ അവരൊരിക്കലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഒന്നിലും. അമൃത എന്ന് പറയുന്നത് അമ്മു, എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അമ്മു ഇപ്പോൾ ലണ്ടനിലുണ്ട്, അവൾ UK-യിലാണ്. അപ്പോൾ അവൾ UK-യിലുണ്ട്, ലണ്ടനിലാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അമ്മുവിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അമ്മുവിനും എന്നെ പറ്റി എല്ലാം അറിയാം. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഇവരൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഹന്നയാണെങ്കിൽ എൻ്റെ ഡിഗ്രിയിൽ എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹന്ന, അലീന, റിച്ചു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് അതും വേറൊരാളോട് ചോദിക്കുമ്പോഴായിരിക്കില്ലേ കുറച്ചും കൂടെ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് പേടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ പേടിച്ച് നിൽക്കല്ലേ എന്ന് പറയും. പേടി ആൻഡ് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലാണ് എനിക്ക്. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോണതിന് മുന്നേ ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമോ, കുറേ നെഗറ്റീവ്സ് ഞാൻ ആദ്യം ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. പിന്നെ എൻ്റെ നെഗറ്റീവ്സ് ചോദിച്ചാൽ എനിക്കറിയില്ല, വേറൊരാൾ പറയേണ്ടി വരും അത്. പോസിറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ മറ്റുള്ളവരാണല്ലോ അത് പറയേണ്ടത്. അങ്ങനെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മിറ്റഡ് ആണോ? ഞാൻ കമ്മിറ്റഡ് ആണ്. എന്ന് വെച്ച് ഞാൻ വേറൊരാളായിട്ട് കമ്മിറ്റഡ് ആണെന്നല്ല, ഐ ആം കമ്മിറ്റഡ് ടു മൈസെൽഫ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ
എന്താ പറയുക, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ഞാൻ എന്നിൽ തന്നെ കമ്മിറ്റഡ് ആണ്. അതൊക്കെ ചെയ്യണം, ലൈഫ് സെറ്റിലാക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു 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 എന്താ പറയുക, ഒരു വൈബിലാണ് ഞാൻ പോകുന്നത്. സോ യാ, ഐ ആം കമ്മിറ്റഡ് ടു മൈ സെൽഫ്. അപ്പോൾ ഈ ആളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 11 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ അബൌട്ട് കരിയർ? കരിയറിനെ പറ്റി ഇപ്പം ഞാൻ ഈ കോഴ്സ് 1.5 വർഷത്തെ കോഴ്സാണ്. അപ്പം നെക്സ്റ്റ് ഇയർ മെയ്യിലാണ് എൻ്റെ കോഴ്സ് കഴിയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോഴത്തെ എൻ്റെ ഒരു കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത്, ഇവിടെ തന്നെ ഗ്രാജുവേറ്റിന് കുറേ ഓപ്പണിങ്സ് നമുക്കിവിടെ കുറേ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ഒരു ഇതുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ കിട്ടുവാണെങ്കിൽ അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഗ്രാജുവേറ്റിനുള്ളതായതുകൊണ്ട് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചിറങ്ങി 1 വർഷത്തിനുള്ളിലേ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു 1.5 ഇയർ ഇവിടെ തന്നെ ഒന്ന് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് എൻ്റെ ഒരു കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടിലോട്ടോ ദുബായിലോട്ടോ നല്ല ഓഫേഴ്സ് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ പോവാം എന്നൊക്കെയാണ് ഒരു പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ PG കോഴ്സ്, ഹൗ ലോങ് ഈസ് ദ കോഴ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ്? ഓക്കെ, സിമിലർ ടു മുന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ PG കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി, MSc ബിസിനസ് സൈക്കോളജി വിത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആണ്. 1.5 ഇയേഴ്സ് ആണ് കോഴ്സിൻ്റെ ടൈം പീരീഡ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സ്കോട്ട്ലൻഡിൽ ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത്, എത്ര ഇയേഴ്സ്? സെയിം ക്വസ്റ്റ്യൻ, അത് വേണ്ട. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് സിമിലർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ്, നാട്ടിൽ ആരെയാ കൂടുതൽ മിസ് ചെയ്യുന്നത്? നാട്ടിൽ ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ള എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പേഴ്സണെ സ്പെഷ്യലി എടുത്ത് പറയാനൊന്നുമില്ല. ഐ മിസ് എവ്രി വൺ. എന്നെ ഇഷ്ടപ്പെടുന്നതും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ളതായിട്ടുള്ള എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഹൗ ആർ യു എഡിറ്റിംഗ് ദ വീഡിയോസ്, വിച്ച് ആപ്പ്? ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ്. ലാപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. പിന്നെ ഞാൻ ക്യാപ് കട്ട് യൂസ് ചെയ്യുമായിരുന്നു ഈ ഷോർട്സും റീൽസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ക്യാപ് കട്ട് മൊത്തത്തിൽ പ്രോ ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ക്യാപ് കട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വാട്ടർമാർക്കും വന്നു. പിന്നെ ഞാൻ പ്രോ എടുത്താലേ അതൊക്കെ ഹൈഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ക്യാപ് കട്ട് യൂസ് ചെയ്യല്ല. ഇപ്പം ഞാൻ കൂടുതൽ ഇൻഷോട്ടിലാണ് ഷോർട്സും റീൽസും എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ലോങ് വീഡിയോസ് ഫൈനൽ കട്ട് പ്രോ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ഫുൾ നെയിം എന്താ? ഞാൻ പഠിക്കുന്നത് ഹേരിയറ്റ് വാട്ട് യൂണിവേഴ്സിറ്റിയിലാണ്, എഡിൻബ്ര. അടുത്തത്, അവിടെ എത്തിയ ഫുൾ പ്രോസസ്സ് പറയുമോ? ഫുൾ പ്രോസസ്സ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്ത് ഇടാം കേട്ടോ. കാരണം അത് പറയാൻ നിന്നാൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മസ്കുലാർ ബോയ് ഓർ ലീൻ ബോയ്, വിച്ച് വൺ യു ലൈക്ക് മോർ? മസിലുള്ള ചെക്കനാണെങ്കിലും മെലിഞ്ഞിട്ടുള്ള ചെക്കനാണെങ്കിലും തടിച്ചിട്ടുള്ള ചെക്കനാണോ, നീളമുള്ളതാണോ നീളമില്ലാത്തതാണോ, ഡസൻറ്റ് മാറ്റർ. അതിലൊന്നും ഒരു കാര്യമില്ല. കുറേ ഈ റീലൊക്കെ ഉണ്ടാവും, മറ്റേ ഇങ്ങനെ താടിയുള്ള ചെക്കൻ, മറ്റേ താടിയില്ലാത്ത അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് കുറേ റീൽസ് ഇല്ലേ. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനത്തെ എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോന്ന്. ഞാൻ അതിലൊന്നും ഞാൻ ബോധേഡല്ല. എന്താ പറയുക, അതിലല്ലല്ലോ കാര്യം. ബോഡിയും നമ്മൾ ഈ ഭയങ്കര മസിൽ ബിൽഡ് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിലല്ലല്ലോ കാര്യം. ക്യാരക്ടർ നന്നായാൽ പോരെ, അത്രേ ഉള്ളൂ. ബിഹേവിയർ വൈസ് ക്യാരക്ടർ വൈസൊക്കെ നല്ല ആളായിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കണ്ടിട്ടല്ല ഫ്രണ്ട്സ് ആക്കുന്നത്. അവരുടെ നല്ല മനസ്സും നല്ല ബിഹേവിയറും നല്ല ക്യാരക്ടറും കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യുന്നത്. സോ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ,
ഞാൻ ഈ Q&Aയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും. സോ അപ്പം അതിന് കയറി കുറേ നെഗറ്റീവ്സ് പറയാൻ നിൽക്കണ്ട, കാരണം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കണ്ടത് ഞാൻ കമ്മിറ്റഡ് ആണോ, ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് എന്താ, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. ആൻഡ് അതൊന്നും എനിക്ക് കമ്മിറ്റഡ് ആണോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഐ ആം കമ്മിറ്റഡ് ടു മൈസെൽഫ്. പിന്നെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള കോൺസെപ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ, ഞാൻ കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പം എനിക്കങ്ങനെ അങ്ങനെ കോൺസെപ്റ്റിനെ പറ്റിയൊന്നും എനിക്ക് ഒന്നുമില്ല പറയാൻ. ഞാൻ അതിനെപ്പറ്റി ഇപ്പം ആലോചിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ചിന്ത മൊത്തം എങ്ങനെയും പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കുക, എൻ്റെ യൂട്യൂബ് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണം, കുറേ നല്ല നല്ല കോണ്ടൻറ്റ് നിങ്ങളിൽ എത്തിക്കണം, മ്യൂസിക് നന്നാക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തകൾ മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ തോന്നുന്നു. ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം ഇപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടൈമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് അവിടെ നോമ്പ് തുറക്കാൻ അവൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 5:22 ആയി, എനിക്ക് 6 o'clock ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ നിർത്താം. കാരണം ഇപ്പം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയി പോകും, നിങ്ങൾക്ക് ക്ഷമയുണ്ടാവില്ല ഇത് കണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പാർട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ. പറയാൻ മറന്നു, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. സബ്സ്ക്രൈബ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഇത് ഞാൻ ട്യൂസ്ഡേ പോസ്റ്റ് ചെയ്യും, ഫ്രൈഡേ ഞാൻ പാർട്ട് 2 പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ. ഇനി കൂടുതൽ വീഡിയോ എടുത്താൽ ഞാൻ തണുത്തും മരിക്കും, അതും കൂടെ ഒരു റീസൺ ആണ് ഞാൻ ഇന്ന് നിർത്തിപ്പോവാനുള്ളത്. എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല, കണ്ടോ? ഇങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ സ്ക്രോൾ ചെയ്യുമ്പം തന്നെ ബലം കിട്ടുന്നില്ല. ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രീസായിപ്പോൾ, എൻ്റെ കൈയൊക്കെ ചോന്ന്. ടാറ്റാ.